വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ശ്രീ അനുരിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ മക്കളെ, എല്ലാവരും നിങ്ങളുടെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ മെയിൻ എക്സാം എന്ന് പറയാൻ ഇനി നമുക്ക് സമയമൊന്നും ഇല്ല. വേഗമാണ് മാസങ്ങളും ദിവസങ്ങളും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളെ മുൻപിൽ ഇപ്പം CM കിഡ്സ് എക്സാം അല്ലെ, സ്കോളർഷിപ്പ് എക്സാമും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ LSSന് വേണ്ടി കൂടെ പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണ് നമ്മളെ കൂട്ടത്തില് ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചാപ്റ്ററിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കല്യാണ കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നുണ്ടാവുക. സോ അളന്നും തൂക്കിയും അല്ലെ, മെഷറിംഗ് വെയിറ്റ് എന്നുള്ള ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഏത് ചോദ്യം ചെയ്യുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കല്യാണ സാധനങ്ങളായിട്ട് അല്ലെ, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ വാങ്ങുന്നതിന്റെ അളവുകളും അതുപോലെ സാധനങ്ങളെ ലിസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ബോർഡിൽ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ. നോക്കടാ, ഉപ്പ്, അതേപോലെ തന്നെ അരി, എണ്ണ, പഞ്ചസാര, ഇതൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പം അത് എത്ര എമൗണ്ടുകൾ അനുസരിച്ചിട്ടാണ് മേടിക്കുന്നത് എന്ന് വരെ അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കടാ, ഉപ്പ് 5 കിലോഗ്രാം. അപ്പൊ നിങ്ങൾ സാധാരണ കടയിലൊക്കെ പോകുന്നവരായിരിക്കും അല്ലെ, അച്ഛന്റെ കൂടെയോ അമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പോകാറുണ്ടോ? അപ്പൊ പച്ചക്കറി സാധനങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവിടെ എന്താ പറയാ, 5 കിലോ തക്കാളി എന്നൊക്കെ പറയും. അല്ലാതെ നമ്മൾ 5 ലിറ്റർ തക്കാളി എന്ന് പറയുന്നുണ്ടോ? ഇല്ല, കിലോഗ്രാം ആണ് പറയുന്നത്. ശരിക്കും നമ്മൾ തൂക്കി വാങ്ങുന്നത് അല്ലെ, നമ്മൾ തൂക്കി വാങ്ങുമ്പോൾ 5 കിലോ തക്കാളി, അതേപോലെ ഇവിടെ 5 കിലോ ഉപ്പ്. അരി എത്രയാ വേണ്ടത്? 150 കിലോഗ്രാം. അതേപോലെ തന്നെ 50 ലിറ്റർ എണ്ണ. കാരണം അവിടെ ലിറ്ററായി. അപ്പൊ എന്തൊക്കെയോ മാറ്റങ്ങളും അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങളും ഈ പറയുന്ന യൂണിറ്റുകളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറെയൊക്കെ ആള് കിലോഗ്രാം ആണ്, കുറച്ച് ആളുകൾ ലിറ്റർ ആയിട്ടാണ് കാണുന്നത് അല്ലെ. ലിറ്റർ കിലോഗ്രാം. സോ ഇവരിൽ ആരാണ് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് യൂണിറ്റുകൾ ഉണ്ട്. ഈ കിലോഗ്രാം ആണോ ഏറ്റവും ഭാരം? നമ്മളെപ്പോഴും ഭാരം അല്ലെങ്കിൽ വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മളെ കിലോഗ്രാം ഒക്കെ അല്ലെ. അപ്പൊ കിലോഗ്രാം ആണോ ഏറ്റവും വലിയ ഭാരത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ മെഷർമെന്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണോ? ഏറ്റവും കുഞ്ഞായിട്ട് നമ്മൾ എടുക്കുന്ന ഭാരമായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാരം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അളവിനെ നമ്മൾ പറയുന്നത് ഗ്രാം ആണോ അതോ കിലോഗ്രാം ആണോ? ഏറ്റവും കുഞ്ഞളവ് നമുക്ക് ഗ്രാം ആയിട്ട് എടുക്കാം. ശരിക്കും മില്ലിഗ്രാം ഉണ്ട്, അപ്പൊ ഗ്രാമിലാണ് നമ്മൾ ഇപ്പൊ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ കുഞ്ഞു അളവുകൾ വേറെയുണ്ട്. അപ്പൊ ഗ്രാം ആയിട്ട് എടുക്കുവാണെങ്കിൽ ഗ്രാമിന് ശേഷമാണ് കിലോഗ്രാം വരുന്നത് അല്ലെ. അപ്പൊ ഗ്രാമിനേക്കാൾ കുറച്ചുകൂടെ വലിയ മെഷർമെന്റ് ആണ് കിലോഗ്രാം. അപ്പൊ കിലോഗ്രാമിന് ശേഷം ഇനിയും വലിയ അളവുകൾ ഉണ്ടോ, വലിയ മെഷർമെന്റുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് തന്നെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു പെട്ടിയിലാക്കിയിട്ട് ഒരു കാര്യം നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് LSS എക്സാമിനും അതുപോലെ തന്നെ നിങ്ങളെ ആനുവൽ എക്സാമിനും. ഒന്ന് നോക്കിക്കേ, എന്താണ് ടേബിളിൽ പറഞ്ഞതെന്നുള്ളത് നോക്കാം. ഏറ്റവും കുഞ്ഞളവായിട്ടുള്ള ഗ്രാമിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1000 ഗ്രാമുകൾ ചേർന്നാലാണ് 1 കിലോഗ്രാം ആവുന്നത്. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ശ്രദ്ധിച്ചോ, 1000 ഗ്രാം ചേർന്നാൽ 1 കിലോഗ്രാം ആവും. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞു യൂണിറ്റ് ആയിട്ട് ആര് വന്നു? അവിടെ ഗ്രാം വന്നു. അപ്പൊ ഗ്രാമിനേക്കാൾ വലുതാണ് കിലോഗ്രാം അല്ലെ. ഗ്രാമിനേക്കാൾ വലുതാണ് കിലോഗ്രാം. 1000 ഗ്രാം ചേർന്നാലേ 1 കിലോഗ്രാം ആവുള്ളൂ. ദെൻ അടുത്തൊരാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, ക്വിന്റൽ. ഇപ്പൊ കിൻഡൽ കണക്കിനൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് പറയുന്ന വേർഡ്സുകളാണ് അല്ലെ. കിൻഡൽ എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കിക്കേ, 100 കിലോഗ്രാം ചേർന്നാല് 1 കിൻഡലായി. അപ്പൊ 1000 ഗ്രാം ചേർന്നാൽ 1 കിലോഗ്രാം ആയി. ആ കിലോഗ്രാം 100 കിലോഗ്രാം ആയാൽ 1 കിൻഡലായി എന്ന് പറയാം. 1 കിൻഡലായി. അതേപോലെയോ 1000 കിലോഗ്രാം ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് 1 ടൺ. ഈ ടൺ എന്നൊക്കെ പറഞ്ഞാൽ വെയിറ്റിന്റെ ഭാരം നിങ്ങൾ ഇമേജിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ വലിയ ലോറിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഒരിക്കൽ ഒരു പെട്രോളോ അതുപോലെ ലിറ്റർ കണക്കിന് പറയുകയാണെങ്കിൽ അല്ലെ, അതേപോലെ തന്നെ പെട്രോൾ കേട്ടോ, നമുക്ക് കിലോഗ്രാം ആണല്ലോ വേണ്ടത്. കിലോഗ്രാം, ഗ്രാം, ടെന്നിന്റെ ഒക്കെ കണക്കിന് പറയുകയാണെങ്കിൽ ഒരു ലോറി നിറയെ തേങ്ങ കൊണ്ടുപോവാണെന്ന് വിചാരിച്ചോ. തേങ്ങ, ഒരു വലിയ ലോറി നിറയെ തേങ്ങ, അല്ലെങ്കിൽ ഒരു മരത്തടി നമ്മളെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകണം. അപ്പൊ ഇത്ര ടൺ ഭാരമാണ് ആ ലോറിക്ക് അകത്തുള്ളത്. അപ്പൊ അത്രയും വലിയ എമൗണ്ട് സൂചിപ്പിക്കുകയാണ് നമ്മൾ ടണ്ണൊക്കെ കേട്ടോ. ടൺ എന്നുള്ള യൂണിറ്റ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. സോ ടണ്ണ്, അതേപോലെ തന്നെ ക്വിന്റൽ, ദെൻ കിലോഗ്രാം, ഏറ്റവും കുഞ്ഞളവ് ഗ്രാം. അപ്പൊ ഈ 4 ആളുകളെയും നിങ്ങൾ അറിയണം. എന്താണ് ഗ്രാം, എന്താണ് കിലോഗ്രാം, എത്ര കിലോഗ്രാം ചേർന്നാലാണ് 1 ക്വിന്റൽ ആവുന്നത്, എത്ര കിലോഗ്രാം ചേർന്നാലാണ് 1 ടൺ ആവുന്നത്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെയാണ് നമ്മളുടെ ലിറ്റർ, മില്ലി ലിറ്ററും അല്ലെ. അപ്പൊ എത്ര മില്ലി ലിറ്റർ ചേർന്നാലായിരിക്കും 1 ലിറ്റർ ആയിട്ട് മാറുന്നത്? 1000 മില്ലി ലിറ്റർ ചേർന്നാലാണ് അതൊരു ലിറ്റർ ആയിട്ട് മാറുന്നത്.
1000 മില്ലി ലിറ്റർ ചേർന്നാൽ 1 ലിറ്റർ ആയിട്ട് മാറും. സോ മില്ലി ലിറ്റർ ആണ് കുഞ്ഞളവ്, ലിറ്റർ ആണ് വലിയ അളവ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോ ഈ ചാപ്റ്ററിൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, അതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടായിരിക്കും അല്ലെ. സോ ഈ കാര്യങ്ങൾ മാത്രമല്ല, ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ മുതൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ വരെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു എൻഡ് ഗെയിം ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ എൻഡ് ഗെയിം ബാച്ചിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് മാത്രം പോരാ, നമ്മളെ ചാപ്റ്റർ വൈസുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് വേണം. അതൊക്കെ ആയിട്ട് നമ്മളെ ബാച്ചിൽ ഇതേ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ മറന്നുവിട്ടുണ്ടെങ്കിൽ ഇതേ ഓഫർ അടക്കം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, ഓടി വന്നതിന്റെ മക്കളെ എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ അല്ലെ, ഇപ്പൊ നിങ്ങൾ ഇതാ ഇവിടെ ഒരു നമ്പർ കാണുന്നുണ്ടായിരിക്കും, ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിന് പഠിച്ച് സെറ്റ് ആയിട്ട് പോവാം. ഓക്കെ, അപ്പൊ എൻഡ് ഗെയിം ബാച്ചിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.